പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. കർത്താവിൽ പ്രിയരെ, ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് പെസഹ വ്യാഴം. നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 24-25 വാക്യങ്ങൾ. 1 Corinthians chapter 11 verses 24 and 25. അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. വിശുദ്ധ കുർബാന കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച കൂദാശയാണ്. യഹൂദ മതത്തിൻ്റെ മടിത്തൊട്ടിലാണ് ക്രിസ്തീയത രൂപപ്പെട്ടത് എന്ന് പറയാറുണ്ട്. പെസഹായുടെ ഓർമ്മകളോട് ചേർന്ന് യേശു വിശുദ്ധ കുർബാന രൂപപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26-27 വാക്യങ്ങളിലും, മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22-23 വാക്യങ്ങളിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19-20 വാക്യങ്ങളിലും നമുക്ക് ദർശിക്കാവുന്നതാണ്. വിശുദ്ധ പൗലോസ് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ പെസഹായുമായുള്ള ബന്ധത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സഭയുടെ കൂടിവരവുമായുള്ള ബന്ധത്തിലാണ് പൗലോസിന്റെ വീക്ഷണം നിലനിൽക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ മേശ ധ്യാന വിഷയമാക്കാം. കർത്താവിൻ്റെ മേശ വിമോചനത്തിൻ്റെ ഓർമ്മയുടെ ആഘോഷമാണ്. ലോർഡ്സ് ടേബിൾ, സെലിബ്രേഷൻ ഓഫ് ലിബറേറ്റീവ് മെമ്മറീസ്. ചില ഓർമ്മകളിലാണ് ഓരോ സമൂഹവും നിലനിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം ചില ഓർമ്മകളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. പുറപ്പാടും പ്രവാസവുമാണ് ഇസ്രായേലിൻ്റെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയത്. ഓർമ്മകൾ 2 തരത്തിലുണ്ട്. അടിമത്തത്തിൻ്റെ ഓർമ്മകളാണ് ഒന്നാമതായുള്ളത്, എൻസ്ലേവ്ഡ് മെമ്മറീസ്. രണ്ടാമത് വിമോചനത്തിൻ്റെ ഓർമ്മകളും, ലിബറേറ്റീവ് മെമ്മറീസ്. അടിമത്തത്തിൻ്റെ ഓർമ്മകൾ പുതിയ പാഠങ്ങളാണ്. എന്നാൽ വിമോചനത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് പ്രതീക്ഷ പകരുന്നതാണ്. പെസഹ അത്തരമൊരു ഓർമ്മയാണ്. പെസഹ ജീവന്റെ പുറപ്പാടാണ്. പെസഹ വിമോചനത്തിൻ്റെ ഓർമ്മയാണ്. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത്. ആവർത്തന പുസ്തകം 16:3. ഇസ്രായേൽ സമൂഹം പെസഹ ആചരിക്കുന്നത് തലമുറയെ ആ വിമോചനത്തിൻ്റെ ഓർമ്മയിൽ നിലനിർത്തുന്നതിനാണ്. ഒരു ഇളം തലമുറയിലെ വ്യക്തി എന്തിനാണ് നമ്മൾ പെസഹ ആചരിക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നു. കുടുംബത്തിൽ ഏറ്റവും മുതിർന്നയാൾ മിസ്രയീമിലെ അടിമത്വത്തിൻ്റെയും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും ചരിത്രം വിവരിക്കും. ഓർമ്മകൾ ചരിത്രമാണ്. ആ ചരിത്ര ബോധത്തിലാണ് ഇസ്രായേൽ സമൂഹം രൂപപ്പെട്ടിരിക്കുന്നത്. പെസഹ മിസ്രയീമിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ പുറപ്പാടിൻ്റെ ഓർമ്മയാണ്. പെസഹ ആചരണ മധ്യേ പുളിപ്പില്ലാത്ത അപ്പം, അറുക്കപ്പെട്ട കുഞ്ഞാട്,
കയ്പ് ചീര എന്നിവ ഭക്ഷിക്കുന്നതിലൂടെ ഓർമ്മയുടെ ജീവിപ്പിക്കുന്ന തലങ്ങൾ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. കയ്പ് ചീര മിസ്രൈമിലെ കഷ്ടതയുടെ ഓർമ്മയാണ് പകരുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട് സംഹാരദൂതനിൽ നിന്നുമുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഓർമ്മയാണ്. പുളിപ്പില്ലാത്ത അപ്പം മിസ്രൈമിൽ നിന്നുള്ള തിടുക്കത്തിലുള്ള പുറപ്പാടിൻ്റെ ഓർമ്മയാണ്. ഓരോ പെസഹായും ഇസ്രായേലിന് നൊമ്പരപൂർണമായ പുറപ്പാട് സംഭവത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളാണ്. ഓർമ്മകൾ എന്നും കനലുകളാണ്. അവ ജ്വലിപ്പിക്കുന്ന ചരിത്രമാണ്. പെസഹായുടെ സന്ധ്യയിൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. മാനവ സമൂഹത്തിന് വീണ്ടെടുപ്പിൻ്റെ പുതിയ ചരിത്രം യേശു പകർന്നു നൽകുന്നു. വിശുദ്ധ കുർബാന കേവലം ആചരണമല്ല. വിശുദ്ധ കുർബാന കേവലം അനുഷ്ഠാനമല്ല. വിശുദ്ധ കുർബാന ശരീരവും രക്തവും നമുക്കായി നൽകിയ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ജ്വലിപ്പിക്കുന്ന ഓർമ്മകളുടെ ഭാഗമായി നമ്മെ മാറ്റുകയാണ്. കുർബാന കേവലം കാഴ്ചയല്ല, അത് ജീവിത അനുഭവമാണ്. ഓരോ വിശുദ്ധ കുർബാനയും ഓർമ്മിപ്പിക്കുന്നത് മുറിവേറ്റ യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിൽ സാധ്യമായ വിമോചനത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ നമ്മെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച മുറിവേറ്റ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനുള്ള സമർപ്പണമാണിത്. 2, കർത്താവിൻ്റെ മേശ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലോർഡ്സ് ടേബിൾ ഇറ്റ് ഈസ് എ റിമൈൻഡർ. നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിരന്തരം നന്മയുള്ളവരാകുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വിശുദ്ധ കുർബാനയും. ഓരോ വിശുദ്ധ കുർബാനയിലും രൂപാന്തരപ്പെടുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. കർത്താവാം യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യുവിൻ. യോഹന്നാൻ 13:14. യേശുവിൻ്റെ സ്വഭാവത്തിലേക്കുള്ള ക്ഷണമാണിത്. ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും പാഠപുസ്തകമാണ് യേശു. താഴ്മയുടെയും വിനയത്തിൻ്റെയും വഴിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വിശുദ്ധ കുർബാനയുമെന്ന് നമ്മൾ മറന്നു പോകരുത്. വീണ്ടും നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും, മത്തായി 26:21 എന്ന യേശുവിൻ്റെ വാക്കുകൾക്ക് ഇസ്കറിയോത്ത യൂദ ഞാനോ റബി എന്ന് ചോദിച്ചതിന് നീ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:21 തെറ്റായ ജീവിത വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് യേശു ഇസ്കറിയോത്ത യൂദയ്ക്ക് നൽകുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിത വഴിയിൽ തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ മാറി സഞ്ചരിക്കുവാൻ തന്നെയാണ്. വീണ്ടും വിശ്വാസികളുടെ കൂട്ടമായ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. 1 കൊരിന്ത്യർ 11:27. യോഗ്യമായി ജീവിക്കുവാനുള്ള വിളിയാണ് വിശുദ്ധ കുർബാന. വീണ്ടും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. 1 കൊരിന്ത്യർ 11:28. ആത്മാവബോധം, സ്വയവിചിന്തനം എന്നിവ പ്രധാനമാണ്. ആത്മശോധന മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. നമ്മെ തന്നെ കണ്ടെത്തുന്ന അവസരമാണ് വിശുദ്ധ കുർബാന. നമ്മെ തന്നെ വിമലീകരിക്കുന്ന, പവിത്രീകരിക്കുന്ന നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാന. കർത്താവ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ രേഖപ്പെടുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. 1 കൊരിന്ത്യർ 11:33. സഹോദരനെ കരുതാത്ത ആരാധനകൾ ഒന്നും ദൈവികമല്ല. അങ്ങനെ ഒരുവൻ വിശന്നും
മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. 1 കൊരിന്ത്യർ 11:31. സഹോദരന്റെ വിശപ്പ് തിരിച്ചറിയുന്ന കൃപയുടെ അനുഭവക്കാരായി മാറുവാനുള്ള നിയോഗമാണ് വിശുദ്ധ കുർബാന. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും യുഗാന്ത്യ ദർശനമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള ദർശനം നമുക്ക് പങ്കുവയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഭിന്നതകൾ മാറി അനുരഞ്ജനത്തിൻ്റെ സമൂഹമാകുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയിലും ഇപ്രകാരം നമ്മൾ കേൾക്കാറുണ്ട്: ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകുന്നു. വിശുദ്ധിയും വെടിപ്പുമുള്ളവരാകുവാനുള്ള വിളിയാണ് കർത്താവിൻ്റെ മേശ. മുറിവേറ്റ യേശുവിനെ ഓർക്കുന്ന വിശ്വാസ സമൂഹം മുറിവേറ്റ കർത്താവിൻ്റെ വഴികളെ പിന്തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. 2 ചിന്തകളാണ് പങ്കുവച്ചത്. ഒന്നാമതായി, ഓരോ വിശുദ്ധ കുർബാനയും വിമോചനത്തിൻ്റെ ഓർമ്മയുടെ ആഘോഷമാണ്. ലോർഡ്സ് ടേബിൾ സെലിബ്രേഷൻ ഓഫ് ലിബറേറ്റീവ് മെമ്മറീസ്. രണ്ടാമതായി, കർത്താവിൻ്റെ മേശ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലോർഡ്സ് ടേബിൾ ഇറ്റ് ഈസ് എ റിമൈൻഡർ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്താം. നമുക്ക് കർത്താവിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഓസ്കാർ റൊമീറോ എന്ന ബിഷപ്പ് എൽസവഡോറിലെ കൂലിപ്പണിക്കാരായ വ്യക്തികളെ കൂലി ചോദിക്കാൻ പഠിപ്പിച്ചു. ഒരു അൾത്താരയിൽ വെടിയേറ്റ് പിടഞ്ഞു വീഴുന്ന ഓസ്കാർ റൊമീറ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും വിശുദ്ധ കുർബാനയായി മാറുക എന്ന് തന്നെയാണ്. അപ്പം നുറുക്കുന്നവരും ഭക്ഷിക്കപ്പെടുന്നവരും നുറുക്കപ്പെടേണ്ടവരാണ്. ഓരോ വിശുദ്ധ കുർബാനയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.